അതാണ്. അങ്ങനെ ഒരാളുണ്ടോ? കുടിച്ചാനെ കോയക്കാം എവിടേക്കോ ധൈര്യം പോയി. ഒന്നടങ്ങ് സാറില്ല. എവിടെ മലയാളി മനസ്സുകളിലെ ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങൾ എത്തുന്നു. മാത്രമല്ല ഒരുപാട് വിദേശ രാജ്യങ്ങളിലൂടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് സ്റ്റേജ് മെഗാ ഷോകളിലൂടെ നിങ്ങൾ വിസ്മയിക്കുന്ന രണ്ട് താരങ്ങൾ കോമ്പൻകാട് കോയാൻ കുഞ്ഞാപ്പൂ. ചിരിയുടെ വിസ്മയങ്ങൾ ചിരിപ്പിച്ച് കൊള്ളുന്ന രണ്ട് താരങ്ങൾ. അവരുടെ സന്തോഷത്തോടു കൂടെ നമ്മൾ ഈ ഒരു ചേവരമ്പലത്തിന്റെ മണ്ണിലേക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞാപ്പൂ സുഖമായിട്ട് പോകുന്നത്. അപ്പോ വലിയ സന്തോഷം. ഇവിടുത്തെ ഒരു പവർ, ഒരു വലിയ കൈയ്യടി എല്ലാവരും. അപ്പോ മലബാർ ബൈക്സിന്റെ 28ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് സമ്മാനങ്ങൾ നേരത്തെ നമ്മൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ കൂപ്പണുകളൊക്കെ നറുക്കെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോ രണ്ടുപേർക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. കുഞ്ഞാപ്പൂന് മൈക്ക് തരുന്നുള്ളൂ കേട്ടോ, ഇപ്പൊ സംസാരിക്കല്ല കേട്ടോ. ഹലോ, ഭാഗ്യത്തിന് അത് ഇംഗ്ലീഷ് ആട്ടോ, കഴിച്ചില്ലായി. ഇതൊന്ന് ഓൺ ചെയ്യട്ടെ. കുഞ്ഞാപ്പൂ ആൻഡ് കോയ. ഹലോ, എന്താ ഹലോ, അതാണ് അതിന്റെ ഒരു സ്റ്റാ. അല്ല, ഞാൻ ഇവിടെ നിൽക്കട്ടെ, കാരണം അഥവാ ഇവിടുന്ന് നിങ്ങൾ അടിപിടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, കാരണം ഈ സത്യം പറഞ്ഞ കുഞ്ഞാപ്പൂ അടിക്കൊണ്ടൊരു പരുവായില്ലേ. ഏതാ? അടിക്ക് കോയാന്ന്, കൊമ്പനാട് കോയ. ഏതാ? അടി കൂടണോ? ഞാൻ ഇതിന് സെന്ററിൽ നിൽക്കുന്ന എന്തിനാന്നറിയോ? ഇന്നെങ്കിലും അവർ അടി ഉണ്ടാകാതിരിക്കാനാ. ഏതാ പാട്ടൊക്കെ പാടാം. ആദ്യം ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഓക്കെ, മലബാർ ബൈക്സിന്റെ 28ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മുടെ സ്വന്തം കൊമ്പൻകാട് കോയ ആൻഡ് കുഞ്ഞാപ്പൂ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ആദ്യം ആരാ സംസാരിക്കണ്ടേ? എടാ, ഇതെന്താടാ? ആരാ സംസാരിക്കണ്ടേ? പേടിയാണ്. കുഞ്ഞാപ്പോ രണ്ടു വാക്ക് സംസാരിച്ച അങ്ങനെ പറഞ്ഞാലോ കേൾക്കുള്ളൂ. ഓന് സാധാ കുഞ്ഞാപ്പോ എന്ന് വിളിച്ചിട്ട് കാര്യം ഇല്ലല്ലേ. കുഞ്ഞാപ്പൂവിനൊരു യോ കൊടുക്ക്. സംസാരിക്കാം. കിട്ടിയില്ല. അവർ എത്ര പേര് തന്നല്ലോ. അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? മലബാർ ബാഗ്സിന്റെ ഇനാഗ്രേഷന് കുമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചും കുഞ്ഞാപ്പൂനും വരാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ചായ കുടിച്ചോ? എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും. നല്ല കാര്യം. കൊമ്പങ്ങാട് വിശേഷം. കൊമ്പങ്ങാട് വിശേഷം എന്താ? കുമ്പങ്ങാടില് നല്ല വിശേഷമാണ്. നല്ല അടി പോയി കൊണ്ടിട്ടുണ്ട്, നല്ല കൊണ്ടുകൊണ്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ വേറെ എന്തോ വരുമ്പോ ആരോ ഒന്ന് ചോദിച്ചു, സൈന ആരാണ്? എവിടെ സൈനല്ലേ? വല്ലാതെ കെട്ടോണ്ട് കൂടുക ചിലപ്പോ. കൊച്ചിന്റെ അടുത്ത് കോയന്റെ സൈന എവിടെയെന്നാ ചോദിച്ചു. എന്താ ആരാ സൈന? ആരാ? സൈന കോയന്റെ ലവറാന്നൊക്കെ ഇവർക്ക് അറിയാം. ലബീബാൻ ആർക്കെല്ലാം അറിയോ? ഇല്ലല്ലോ. സന്തോഷായി. അപ്പൊ ഒരാൾക്കെങ്കിലും അറിയാം. അതെ. അപ്പോ കണ്ടില്ലേ. അല്ല, ഒരു മിനിറ്റ് ഞാൻ മൈക്ക് കൊടുക്കാം. എന്താ ഫനാന്? അല്ല, ഞാൻ തവളയാണ്. കേറി വരുന്നുണ്ട് എല്ലാവരും. ഇപ്പൊ എന്നെ തച്ചൊല്ലും തോന്നുന്നുണ്ട്. നീർക്കോലിയെ തവളയെ സുളകാന്നൊക്കെ വിളിച്ചിട്ട്.
ഞാനിവിടെ സെന്ററിൽ നിൽക്കുന്നത് എന്താ അറിയോ, വരുമ്പോ തന്നെ എന്നോട് പറഞ്ഞത് കുഞ്ഞാപ്പൂനി ഇവിടെ വെച്ചിട്ട് 2 എണ്ണം കൊടുക്കണം എന്നാ. അല്ല വേണ്ടെന്ന് കോയക്ക എന്താ എന്താ പറ. എന്താ വേണ്ടേ? കൊടുക്കണോ? കൊടുക്കാം. എന്നാ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി. ഓൻ എന്ന് പൊട്ടിച്ചിന്റെ ബാക്കി പരിപാടിയുള്ളൂ. അതാണ് അങ്ങോട്ടൊക്കെ ചാടും ചിലപ്പോ. എന്തോ നിങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടണ കാണാൻ ഇഷ്ടം, അപ്പൊ ഞാൻ പറക്കണ കാണാൻ ഇഷ്ടമല്ല. അപ്പൊ ഒക്കെ എന്ന് പറയണ്ട, ഏതോ ഒന്ന് പറയും. അടിക്കണോ? നിങ്ങളൊന്നും വീഡിയോയിൽ അടി കാണുന്നില്ലേ? ഇല്ല. ഇതേതാ സ്ഥലം? ഇവിടുത്തെ അടി ഉണ്ട്. ചേവരമ്പലം. ചേവരമ്പലത്തൊക്കെ വീഡിയോയിൽ അടി ഉണ്ടല്ലോ. അടിയുണ്ട് ഇല്ലേ? നിങ്ങളൊക്കെ കാണണില്ലേ? ഇല്ലേ? അല്ല കുഞ്ഞപ്പോ, ഇവരുടെ ഐഡിയ എന്താണെന്നറിയോ? ഇവര് കേറി അന്നപ്പ് ഇവര് വരുന്നത് ഇവരൊരു അടി ഉണ്ടാക്കാൻ. ഞാൻ കൊടുത്തോളാ, കൊടുത്ത പോരെ. കാണാം അന്റെ കണ്ണു മുന്നല്ലേ, ഇറങ്ങ് കാണാം. ഇനി തല്ലണോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്ത് ഇത്രമാത്രം അടി കിട്ടിയ ഒരാള് വേറെ ഉണ്ടാവില്ല ഇനി. അതിനാദ്യം എനിക്ക് കയ്യടിയാ തരണ്ടേ. അടി അടി എന്നല്ല പറയണ്ടേ, കയ്യടിയാ തരണ്ടേ. അതാണ് അല്ലേ? ലോകത്തിൽ എത്ര അടി ഉണ്ട് ആരാളെ ഒന്ന് പറഞ്ഞാ? ആണോ കുഞ്ഞാപ്പൂ? അത് മലപ്പുറത്തുനിന്ന് ജാക്കി ജാനൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ് നാട്ടിൽ നിന്ന്. അല്ലേ? എടാ ഞാൻ ഒരു കാര്യം പറയണ കേൾക്കുങ്ങള്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അടി കൊണ്ട ആൾക്കൊരു സമ്മാനമുണ്ട്. അതെന്ത്? കിങ്ങിണി മിഠായിയോ? കുഞ്ഞാപ്പൂന്റെ ഫാൻസ്. കേരളത്തില് ഏറ്റവും കൂടുതൽ അടി കൊണ്ട ആൾക്കുള്ള ചീർണി. അത് എന്താ ഇത് കുറച്ച് ഇത് അങ്ങനത്തെ ഇറങ്ങി. ഇങ്ങക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അടിയുണ്ട്, മുട്ടായൊക്കെ ഉണ്ട്. കിട്ടുള്ള എല്ലാ സംഭവവും ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ? അടി വേണോ? ഇറങ്ങിടാവോ മക്കൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ അടിപിടി ഇപ്പൊ നടക്കും. എല്ലാവരും റെഡി ആയിട്ട് വന്നോ. എന്തായാലും മലബാർ ബാക്സിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ചേവരമ്പലത്തിലെ മുത്തുമണികളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ കുട്ടിക്ക് ഞാനൊരു അടിക്കട. അതെ, ഏതായാലും ഈ ചേവരമ്പലം ഈ ഭാഗത്തേക്ക് നമ്മള് വിളിച്ചു വരുത്തിയ ഇതിന്റെ മാനേജ്മെന്റിനോട് ആദ്യം തന്നെ താങ്ക്സ് പറയണം. കാരണം ഈ ഏരിയയിൽ ഫസ്റ്റ് ടൈം. അപ്പോ മലബാർ ബാഗ്സിന്റെ 28ാമത്തെ ഷോറൂം ആണ്. അതെ, 28ാമത്തെ ഷോറൂമൊക്കെ 28 അല്ല 108 ഷോറൂം തുറക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതിക്ക് എല്ലാത്തിനും നമുക്ക് വിളിക്കാനുള്ള തീർച്ചയായിട്ടും. ഓക്കെ എടാ, ഇവര് നമുക്ക് എന്തിനാ അടിക്കുന്ന കാര്യമില്ല, നമുക്ക് കുറച്ച് നറുക്കെടുത്താൽ. നിങ്ങൾക്ക് ഡാൻസും പാട്ടൊന്നും വേണ്ട, വെറും അടി മതി. അതൊന്നും അടി മാത്രമേ ഉള്ളൂ. ഒരു കാര്യം, ഒരു മിനിറ്റ് കോയക്ക, നിങ്ങൾക്ക് ഇവരുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡയലോഗ് പറ. അടി ഡയലോഗ് ഒക്കെ അടി. ഒറ്റ മിനിറ്റ്, അത് കഴിഞ്ഞില്ലേ? ഒരു അടി അടിച്ചാ പോരെ? ഒന്നും മാറി ഈ ബോക്സ് മാറ്റാ. മാറിക്ക് ചിലപ്പോ അങ്ങോട്ട് ചാടുവോ? നിങ്ങൾക്ക് അടിന്റെ പീറന്ന് ഞങ്ങൾക്ക് എടുത്തിട്ട് മലപ്പുറത്ത് നിന്ന് വന്നിട്ട് നമ്മൾ അടിച്ചിലേക്ക് ഇവിടെ വാ തുടങ്ങാട്ടോ. കാത്തുന്നു. ഓക്കെ, കൊമ്പങ്കാട് പോയ വാതിലോർക്കെ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ വാതിലോർക്കെ ജുമക്കുവാ നേരായി. ഉണ്ണക്കൊണ്ണ് അന്റെ രക്തത്ത് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈനബ് വിചാരിച്ച് നടന്നില്ല, പിന്നെ ലജ്ജ. എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. പോരെ? നീ നല്ലൊരു കൈയടി അടിച്ചാ, അടിച്ചേ. അടിപൊളി. നീ പോകുന്ന വരെ അടിന്റെ കൂട്ടം പറയാൻ പാടില്ല. ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് ഇവർ അടി കിട്ടാതെ കുഞ്ഞാപ്പൂനെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചു. ഇവിടുന്നും അത് കിട്ടി. കണ്ടില്ലേ? ഒച്ച അടിയിലാന്നോ? ഒരു മിനിറ്റ്. നിജു കുഞ്ഞാപ്പൂ ഇത് കോയാക്കാം. ഒരു മിനിറ്റ്, ഒന്ന് ഇങ്ങോട്ട് വാ. ഞാനോട് ഇവിടെ വാ. അനക്ക് അടിന്റെ പീറന്ന് ഞാൻ കെടുത്തി തരാം. പേര് ഇവിടെ വാ. അനക്ക് ചാടിയടി എന്താന്ന് ഞാൻ കെടുത്തി തരാം. അങ്ങനെ ആളുണ്ടോ? കുടിച്ചാനെ എവിടേക്കാണ് ധൈര്യം പോയി? ഒന്നടങ്ങ് സാരല്ല. എവിടെ ഇവിടെ വാ. ഒരു ബീജമ്മ കെട്ടുകൊടുക്കേ. ഇനി വരൂല. അവന് സംഭവം മനസ്സിലായി. കുഞ്ഞാപ്പൂവിനെ ഇന്ന് ഇവിടുന്ന് അടി കിട്ടാനുള്ളതൊക്കെ അവൻ വാങ്ങുന്ന അവന് മനസ്സിലായിട്ടുണ്ട്. നമ്മളിത് കുറച്ച് സമ്മാനം എടുക്കാം. കൂപ്പൺ
ഓക്കെ ഓക്കെ. മലബാർ ബേക്കറിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് വിന്നർമാരെ തിരഞ്ഞെടുക്കാം. ഏതാ അല്ലെ? നിക്ക് നമുക്ക് എടുക്കാൻ ആരൊക്കെ വിളിക്കണം ഞാനിപ്പോ നോക്കാം. നമ്മള് ഇവിടെ 1-2 സിനിമാ താരങ്ങൾ